ഇന്നത്തെ സ്പെഷ്യൽ കൂന്ത നിറച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ നല്ലൊരു കൂന്ത കിട്ടണ്ടേ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയതൊക്കെ ചെറിയ കൂന്താണ്, അപ്പോഴൊന്നും നിറച്ചിട്ടില്ല ഇനി. അപ്പോൾ നല്ലൊരു കൂന്ത കിട്ടിയപ്പോൾ അതൊന്ന് നിറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ അതാ അതിൻ്റെ തലയൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ വേണം. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയാണ്, വെല്ലുള്ളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തക്കാളി ചേർത്തുള്ളൂ. പകുതി തക്കാളി ഇട്ടിട്ടുള്ളൂ, അത് മതി കേട്ടോ. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ കൂന്തൻ്റെ തലൊക്കെ ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് തേങ്ങ ഉണ്ട്, അതിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചൂടാണിയതിന് ശേഷം നമുക്ക് ഈ കൂന്തയിലേക്ക് നിറച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മക്കളെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് ചൂടണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തയിലേക്ക് ഫില്ലിങ്സ് ഫുള്ള് കംപ്ലീറ്റ് ഇതേപോലെ നിറച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വേവണ്ട, ഡബ്ബർ പോലെ ആയിപ്പോവും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കൂന്തയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് മൂടി വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി കൂന്ത നിറച്ചത് റെഡിയപ്പോൾ എല്ലാവരും. എന്നിട്ട് ഏതൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.